അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികളും സ്വാഗതം. നമുക്ക് ഇന്നേ നല്ല അടിപൊളി തട്ടുകട സ്റ്റൈലിലേക്ക് തട്ടുകടയിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള കപ്പ ബിരിയാണി തയ്യാറാക്കിയാലോ. അടിപൊളിയായിട്ട് അത് നമുക്ക് എങ്ങനെ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയാൽ നമ്മൾ കുക്കർ എടുത്ത് അതിനകത്ത് ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ചീനി ഇട്ട് കൊടുക്കുക. അത് കപ്പ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കപ്പ വേവുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി. ഇത് 2 ഫിസിൽ മാത്രമേ അടുപ്പിക്കാവൂ. നല്ല വേവുള്ള കപ്പയാണെങ്കിൽ 2 ഫിസിൽ മാത്രമേ അടുപ്പിക്കാവൂ. ഒന്ന് മിക്സ് ചെയ്യാം എല്ലാവർക്കും. ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം. നമ്മൾ നല്ല വേവുള്ള കപ്പയാണെങ്കിൽ 2 ഫിസിൽ മാത്രമേ അടുപ്പിക്കാവൂ. അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നു കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. ഒരു 3 സവാള നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇഞ്ചിയുടെ പച്ചമുളക് മറന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പൊട്ടിച്ച് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ല ഡ്രൈ ആയി കിട്ടണം. നല്ല പൊടി പീസ് പോലെ അതുപോലെ ആയി കിട്ടണം. അപ്പൊ നമ്മൾ എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ച് യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല അതിന്റെ മേലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇത് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി വീണ്ടും അതേ കണക്ക്. അപ്പൊ കൂട്ടരെ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായി. കൂട്ടരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. നല്ല അടിപൊളി കപ്പ ബിരിയാണി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കിടുക്കാച്ച ഐറ്റമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ വീണ്ടും കാണാം.